എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇനി ഈ താണ്ടമ്മ എവിടെ പോയി കിടക്കണു? താണ്ടമ്മേ. പാവം മാമന് വയ്യാണ്ടായി. സുഖം ഇല്ലെങ്കിൽ കിടന്നോളൂ. കല്യാണമാണ്, ക്ഷണിക്കാൻ വന്നതാ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല എന്താ? വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും, പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെര നിറഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. സാധിക്കുന്നു. ഈ ചെക്കന്റെ കല്യാണം കൂടി നടത്തിയേക്ക്, അല്ലെ അവന് പെണ്ണ് കിട്ടില്ല. പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോവും. പിന്നെ സാധ്യത കല്യാണം കഴിച്ചിട്ടാ കുട്ടികളും ഇല്ല, ഒരു പരിപാടി ഇല്ല, ഒരു ടെൻഷനുള്ള ടൂറും പെട്ടോ ഒന്നും പോട്ടെ. അതിനൊക്കെ ഒരു യോഗം വേണം. അതില്ലാത്തതിന് നീ അതിൽ സമാധാനിച്ചിട്ട് കാര്യമില്ല. എന്റെ ജമ്മ അങ്ങനെ പോകും. ഓളെ പറഞ്ഞു ഞാൻ ഒരു ദൈവത്തെ വിശ്വസിച്ചിട്ടില്ല. പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാണ് എന്റെ കല്യാണം. മിണ്ടി പോവരുത്. നിനക്ക് കല്യാണ പ്രായമാകുമ്പോ ഞാൻ പറയും. എന്റെ ജുഡാസ് തള്ളേ. ഇവിടെ മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലി ഇറങ്ങി നിൽക്കുന്നു. ഓലകുടി മാറാത്ത കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു തുടങ്ങി. നീ ഇങ്ങനെ മൂത്ത് നരച്ച് ചാവ് തന്നെയുള്ളൂ. പണ്ടാറടങ്ങി എന്തായാലും കല്യാണം കഴിക്കോ ജീവിതത്തിൽ? എനിക്ക് കല്യാണം കഴിക്കണ്ട. ഒരു കൊറിയക്കാരൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോകും. പഴയ ആളൊന്നുമല്ലാട്ടാ. 10 വയസ്സുള്ള പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട 16 വയസ്സുള്ള ആൺകുട്ടിയുമായി ഒളിച്ചോടി. തപ്പ്. 50 വയസ്സുക്ക് മേലെ இந்த நாய்க்கு செத்த என்ன போச்ச என்ன? വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. കല്യാണ കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത്. ഉഴപ്പോ? ഞാനോ? പറ്റിയൊരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും, അതാവസ്ഥ. ആരെ കല്യാണം? നിന്നെ കണ്ടിപ്പോ എത്ര പ്രായം തോന്നിക്കും? 30, 40, 42 തോന്നിക്കും അമ്മേ. ഏജ് ഓവറായി, ഫീൽഡ് ഔട്ട് ആണ്. ശരിക്കും സാറിന് ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കാതിരുന്നത്? നിങ്ങളുടെ കല്യാണത്തിന്റെ ഇടയിൽ വന്നേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കുഞ്ഞു പിള്ളേര് കല്യാണം കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതലായിട്ടും വരുന്ന കമന്റ്സ് അതാണ് വരുന്നത്. എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ഓടിച്ചെന്ന് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ പലർക്കിടയിൽ നിന്ന് കിട്ടും. എന്റെ മനസ്സിന് സങ്കല്പത്തിന് ചേരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടണ്ടേ കൂലിപ്പട്ടാളം? ചായ കുടിച്ചില്ല? അയ്യോ കുറച്ച് പറ. എന്നാ കുറച്ച് മിച്ചറെങ്കിലും. അയ്യോ പ്രഷർ. ഇതിൽ കൂടെ ഇനി എന്താ വേണ്ടേ? അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നേ. ഈ അമ്മ പാസ് ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടാൻ നല്ല പാടാ. ഞങ്ങക്ക് പെണ്ണ് കിട്ടണില്ല, ലഭിക്കുന്നില്ല. പെണ്ണുണ്ടോ പെണ്ണ്? കല്യാണം കഴിക്കാൻ പെണ്ണുണ്ടോ പെണ്ണ്? ഞാൻ കേൾക്കുന്നു. പണ്ടൊക്കെ അമ്മിക്കല്ല് കൊത്താനുണ്ടോ എന്നിട്ടാണ് വരുത്ത്. ഇപ്പൊ പെണ്ണിനെ ചോദിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ? അപ്പൂപ്പനെന്താ കല്യാണം കഴിക്കാത്തെ? ഒരു 100 ജന്മം കാത്തിരുന്ന് ഒടുവിൽ നീ എന്നരികിലെത്തി.